ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഈ കാണുന്ന ഡൽഹി ഏരിയയിലൊക്കെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ട് എയർ കൂളറാണ്. ഈ കാണുന്ന പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗം കേട്ടോ. ഇത് പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് എങ്ങനെയിരുന്നെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു 4-5 വർഷം വീട്ടിൽ അനങ്ങാതിരുന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെയായിപ്പോയി എൻ്റെ ഒരു അവസ്ഥ. 18 ഇഞ്ച് സൈസുള്ള ഹെവി ഡ്യൂട്ടി എക്സോസ്റ്റ് ഫാനാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ഫാനിന് തന്നെ ഏകദേശം 5000 രൂപ വരെയുണ്ട്. ഇപ്പോൾ ഫാനിന് വെള്ള പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് ഫാനിൻ്റെ ബെയറിങ്ങും ചേഞ്ച് ചെയ്യണമല്ലോ എന്ന്. അതാ കേട്ടോ പുതിയതുപോലെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഫാനിൻ്റെ ബെയറിങ് നമുക്ക് ചേഞ്ച് ചെയ്യാം. 4 സ്റ്റേ കൊടുത്തിട്ടാണ് അതിൽ നിർത്തിയിരിക്കുന്നത്. ആ ഫ്രെയിമിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത് അത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വലിയ എക്സോസ്റ്റ് ഫാന് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ്. എക്സോസ്റ്റ് ഫാന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇത് കറങ്ങുമ്പം ഈ സൗണ്ട് ഇത്രയും സൗണ്ട് ചെയ്യുന്നുണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചോ. ഇത് കറണ്ടിൽ വർക്ക് ചെയ്യിച്ചാൽ പിന്നെ ഈ ഭാഗത്തൊന്നും നിൽക്കണ്ട, അതുപോലെ ഗ്രൈൻഡിങ് സൗണ്ടാണ്. ഫാനിൻ്റെ മുകളിൽ അവിടെ സാധാരണ സ്ക്രൂ ആണ് വരുന്നത്. അതിന് പകരമായിട്ടൊരു ആണിയാണ് വളച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഏതൊരു ആണി നമുക്കത് അഴിച്ചെടുത്തേക്കാം. ഇതിനു മുമ്പ് ആരോ റിപ്പയർ ചെയ്തിട്ടുള്ള മോട്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ ആണി ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫാനിൻ്റെ സൈഡിലായിട്ടൊരു സ്ക്രൂവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് അലൂമിനിയമാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം അഴിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ആ ഫാനിൻ്റെ അലൂമിനിയത്തിൻ്റെ ഭാഗം പൊട്ടലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ പേര് അഡ്ജസ്റ്റബിൾ സ്പാനർ എന്ന് പറയും കേട്ടോ. അത് പല ലെവലിൽ നമുക്ക് കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അഡ്ജസ്റ്റബിൾ സ്പാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫാന് ആ ഒരു ആക്സിലിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും ഊരി വരുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്നാ വെച്ചാൽ 4-5 വർഷമായിട്ട് തുരുമ്പൊക്കെ അടിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം, ഈ ഫാനിൻ്റെ ഭാഗം അലൂമിനിയം എന്ന് പറഞ്ഞല്ലോ, അലൂമിനിയം തുരുമ്പായിട്ട് പിടിക്കത്തൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു ഗ്രിപ്പ് അങ്ങ് അവിടെ ഫോം ആവും. അങ്ങനെ ഇങ്ങനെയൊന്നും വരികയില്ല. അപ്പോൾ നമുക്കൊന്ന് ഞാൻ കുറേ വലിച്ചു നോക്കി, എന്നിട്ടും രക്ഷയില്ലാത്തതുകൊണ്ട് കൂടം കൊണ്ടൊക്കെ തട്ടി നോക്കുക കേട്ടോ. റിസ്ക്കുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് പെൻട്രേറ്റിംഗ് ഓയിലൂടെ യൂസ് ചെയ്ത് നോക്കാം. ഒരു പെൻട്രേറ്റിംഗ് ഓയിലിന് അങ്ങനെയുള്ള തുരുമ്പൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ലൂസാക്കി കിട്ടാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ച് അബദ്ധം തന്നെയായി. ആ കൂടം കൊണ്ടൊക്കെ തല്ലിയപ്പോൾ അതിൻ്റെ ആ ടോപ്പിൽ, ആക്സിലിൻ്റെ ടോപ്പിൽ ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഊരി വരാത്ത കേട്ടോ. സാധാരണ ഈ ഇതുപോലത്തെ ഷോപ്പുകളിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ചൂടാക്കിയിട്ട് വേണം അഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ചൂടാക്കാനുള്ള ഗണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കത്തിച്ച് നോക്കിയായിരുന്നു. അത് ആ കറുത്ത പാട് അവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ കൂടം കൊണ്ട് അടിച്ചത് പണി കിട്ടി. അത് ആ ഒരു വശം ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ട്, ആ ആക്സിലിൻ്റെ മുൾവശം. അതുകൊണ്ടാണ് ഇപ്പോൾ ഊരി വരാത്തത്. ഇനിയിപ്പോൾ വേറെ സാൻഡ് പേപ്പർ കൊണ്ട് ആ തുമ്പൊന്ന് പിടിച്ചിട്ട് ചതഞ്ഞ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ എന്നിട്ട് അതുകൊണ്ടാണ് തോന്നുന്നു അത് ഊരി വരുന്നില്ല. അപ്പോൾ സാൻഡ് പേപ്പർ കൊണ്ടൊന്ന് പിടിച്ചെന്ന് നോക്കാം വരുമോന്ന്. രക്ഷയില്ല, ചെറിയൊരു തടസ്സം മുകളിലുണ്ട്. ഇനി നമുക്ക് ഗ്രൈൻഡിങ് ടൂൾ ഉപയോഗിച്ചൊന്ന് ആ മുകളിൽ ചെന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കാണുന്ന ഗ്രൈൻഡിങ് ടൂൾ ഞാൻ യൂസ് ചെയ്യുന്നില്ലേ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡ്രില്ലർ തന്നെയാണ് കേട്ടോ ഗ്രൈൻഡിങ് ടൂൾ. അതിൻ്റെ ഗ്രൈൻഡിങ് പ്ലേറ്റ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടെന്നുള്ളതിൽ വളരെ ഉപകാരമുള്ള ടൂളാണ് കേട്ടോ ഈ ഡ്രില്ലർ എന്ന് പറഞ്ഞ്. നമുക്ക് ഗ്രൈൻഡിങ്, പോളിഷിങ് എല്ലാം ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ച്.
ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് എഞ്ചിൻ ഓയിലാണ് കേട്ടോ. ഇതിലേക്ക് ഇപ്പം തുള്ളിയായിട്ട് ഒഴിച്ചില്ലേ, അത് എഞ്ചിൻ ഓയിലിൽ കൂടുതൽ ഇതുണ്ട്, നല്ലപോലെ ലൂസായി കിട്ടും. ഇനിയിപ്പോൾ ഒരു കുറച്ചുകൂടി ഒന്ന് എന്തെങ്കിലും നമ്മൾ ഇരുമ്പിൻ്റെ എന്തെങ്കിലും പീസ് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആക്സിലിൻ്റെ ടിപ്പ് ഇറങ്ങിപ്പോക്കോളും. അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, പതുക്കെ ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ അടിച്ചാലോ പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങത്തില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ്. അങ്ങനെ ആ ഫാൻ്റെ ചിറകിൽ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും ചിറകൊന്നും വളഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ആ മോട്ടറിൻ്റെ ഹൗസിങ് സെപ്പറേറ്റ് ചെയ്യണം. അതിനകത്ത് കപ്പാസിറ്റർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബെയറിങ്ങിൻ്റെ ഒരു സീലുണ്ട് അവിടെ, അതും അഴിച്ചേക്കാം. അപ്പോൾ ഇത് മുഴുവൻ തുരുമ്പാണ് കേട്ടോ, രക്ഷയില്ല, ഫുള്ള് തുരുമ്പാണ്. ട്രേറ്റിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇത് കഴിയുന്നത്, ഇല്ലെങ്കിൽ ചൂടാക്കി കഴിക്കേണ്ടി വരും. സ്ക്രൂ ഒന്നും അതിൽ പിടിക്കുന്നില്ല, തുരുമ്പിച്ച് പോയിരിക്കാൻ തോന്നുന്നു. പ്ലെയർ കൊണ്ടാണ്, തപാരിയുടെ പ്ലെയറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ഉപകാരമുള്ളൊരു പ്ലെയറാണ് കേട്ടോ തപാരിയുടെ. ഈ കാണുന്നത് കണ്ടില്ലേ, പിടിച്ചാൽ അത്. അപ്പോൾ ഈ ഫാൻ്റെ കപ്പാസിറ്റർ ആയിരിക്കുന്നത് കണ്ടോ. അത് നമുക്ക് അഴിച്ച് സെപ്പറേറ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് ബാക്കിലത്തെ ഒരു പ്ലേറ്റ് ഉണ്ട്, ബെയറിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ പ്ലേറ്റ് ആയിട്ട്, അതുകൂടി അഴിച്ചേക്കാം.
നല്ല ടൈറ്റായിട്ടിരിക്കുന്ന സ്ക്രൂ ഒക്കെ അഴിഞ്ഞു വരണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ. അതാണ് ഞാൻ നേരത്തെ ചെയ്തത്. അപ്പോൾ ഈ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. ഈ ഒരു മോട്ടറിൻ്റെ 3 കവറായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പോകണം. സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു മാർക്ക് അതിലുണ്ടാക്കുകയാണ്, സ്ട്രെയിറ്റ് ലൈൻ മാർക്ക്. എന്ന് വെച്ചാൽ അതേ മാർക്ക് നോക്കി വേണം രണ്ടാമത് നമ്മൾ അസംബിൾ ചെയ്യുമ്പോഴും ഇങ്ങനെ അതേ മാർക്ക് നോക്കിയിട്ട് വേണം നമുക്ക് അത് ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ ചേരാതെയൊക്കെ വരും. ഒരു 2-3 സ്ക്രൂ ഒക്കെ ഉണ്ട് അതിൽ, അതൊക്കെ നമുക്ക് അഴിച്ചേക്കാം. ഇനി അത് പതുക്കെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെയല്ല ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അവിടെയല്ല കേട്ടോ അഴിക്കേണ്ടത്, കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് മാറിയായിരുന്നു. ഞാൻ തട്ടിക്കൊടുത്തത് എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. കുറച്ചുകൂടി മാറിയിട്ടായിരുന്നു അതിൻ്റെ അഴിയുന്ന സ്ഥലം. അവിടെ പെയിൻറ്റ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ഇല്ലെന്ന്. അവിടെ ആയിട്ടായിരുന്നു അഴിക്കേണ്ടത്. കണ്ടോ, ആ ഒരു ഭാഗത്താണ് അഴിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഇതൊക്കെ വെട്ടുള്ളി എന്ന് പറയും, ചെറിയ ഉളിയൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മെറ്റൽ എംബോസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഉളിയാണ് കേട്ടോ, ഈ ഫൈൻ ആർട്സ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അതിപ്പോൾ ഞാൻ ഇതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹൗസിങ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ആ മോട്ടറിൻ്റെ. ഇനി ഫ്രണ്ടിലത്തെ പാർട്ടൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ വരയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ അല്ലേ. അപ്പം അതിൻ്റെ റോട്ടറും സ്റ്റേറ്ററും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബെയറിങ് ഫുള്ള് പോയി കിടക്കുക കേട്ടോ. 2 ബെയറിങ്ങും 2 സൈഡിലുണ്ട്. ഇവിടെയുണ്ട് ബെയറിങ്, ഇതുകൊണ്ട് ഫ്രണ്ടിലത്തെ ഇതിലുണ്ട്. അത് ഫുള്ള് പോയി കിടക്കുകയാണ്. ഞാൻ ബാക്കിലത്തെ ബെയറിങ് കൂടി നമുക്ക് അതിൻ്റെ ആ സ്റ്റീൽ പ്രൊട്ടക്ഷൻ കവർ കൂടി മാറ്റിയിട്ട് നമുക്ക് ആ ബെയറിങ് കൂടി എടുക്കേണ്ടതുണ്ട്. അഴിച്ചെടുത്ത സ്ക്രൂ ഒക്കെ നമുക്കൊരു ഇതിൻ്റെ ബോട്ടം പാർട്ടുണ്ടല്ലോ അതിലൊക്കെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ ബെയറിങ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ബെയറിങ് നമുക്ക് ചാടിക്കണം. അപ്പോൾ ഈ ആക്സിയൊക്കെ ഫുള്ള് തുരുമ്പാണ് കാണുന്നില്ലേ. ഇതൊക്കെ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് പിടിച്ച് നല്ല സ്മൂത്താക്കി എടുക്കണത്. ബെയറിങ് എടുക്കാൻ പാടൊന്നുമില്ല, ആ തടി കൊണ്ട് അടിച്ചപ്പോൾ തന്നെ അത് ചാടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഴയ ബെയറിങ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മറ്റേ ചാടിച്ചെടുത്ത്. ബെയറിങ് പഴയ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുതിയത് വെക്കുമ്പം ശ്രദ്ധിച്ചാൽ മതി, പഴയ ബെയറിങ് വെച്ച് അടിച്ചാൽ മതി. ഇത് ഞാൻ ആ ബെയറിങ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പഴയ ബെയറിങ് വെച്ചിട്ട് അടിക്കുകയാണ്. ഇനി പഴയ ബെയറിങ്ങിന് വേറെ യൂസൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അഴിച്ചെടുത്ത ബെയറിങ് ആയി കാണുന്നത് 6202, പിന്നെ 2RS എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കമ്പനിയുടെ പേര് HCH എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മേടിച്ചിടുമ്പം SKFൻ്റെ 6202 എന്ന് പറഞ്ഞ ബെയറിങ് മേടിച്ചെടുത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ പാർട്ട് 1 ആണ് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ പുതിയ ബെയറിങ്ങൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അസംബിൾ ചെയ്തിട്ട് പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.